ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ US-ഇറാൻ സംഘർഷത്തെ തുടർന്നുണ്ടായിട്ടുള്ള ആ ഒരു വൻ തകർച്ചയ്ക്ക് ശേഷം ഇന്നത്തെ മാർക്കറ്റ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു ഷോർട്ട് കവറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു ഓവർ സെല്ലിങ്ങിന് ശേഷം ട്രേഡേഴ്സ് തങ്ങളുടെ ഷോർട്ട് പൊസിഷനുകൾ ക്ലോസ് ചെയ്തതാണ് ഈ ഒരു ഷോർട്ട് കവറിംഗ് ഇന്ന് രാവിലെ മുതൽ മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒരു ഗ്രീൻ സോണിലേക്ക് മാർക്കറ്റിന് തിരിച്ചു വരാൻ സാധിച്ചു ഒരു ഘട്ടത്തിൽ. അപ്പോൾ അവിടെ 24,132 എന്നുള്ള ഹൈ വരെ മാർക്കറ്റ് ഇന്ന് ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ പൊതുവേ അവിടെ ഒരു വാല്യൂ ബൈങ് നടന്നതായിട്ട് കാണാം. അപ്പോൾ ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു ആത്മവിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ കാണുന്നത്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ ശക്തമായ വാല്യൂ ബൈങ് നടന്നിട്ടുണ്ട്. അതുപോലെ സെക്ടർ വൈസ് FMCG, ടെലികോം, ഹെൽത്ത് കെയർ, ഫാർമ, മെറ്റൽ, PSU ബാങ്ക്സ് ഇവിടെയൊക്കെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഡൊമസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൂപ്പി ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഡൊമസ്റ്റിക് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ക്രൂഡ് ഓയിൽ വിലയിലുള്ള ഈ ഒരു വോളറ്റിലിറ്റി അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ തള്ളിവിടുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം സെക്ടറുകളും പോസിറ്റീവ് ആയിരുന്നെങ്കിലും നിഫ്റ്റി IT ഇൻഡെക്സും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇൻഫോസിസും TCSും ടെക് മഹീന്ദ്രയും ഒക്കെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തിരിച്ചുവരവ് ആശ്വാസകരമായ ഒരു കാര്യമാണെങ്കിലും മാർക്കറ്റിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ അപകട സാധ്യതകളിൽ നിന്ന് മുക്തമായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇറാൻ US ആ ഒരു യുദ്ധ സാഹചര്യങ്ങൾ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ബ്രന്റ് ക്രൂഡ് $79 എന്ന ലെവലിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും ഒരു വോളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും 80-ന് മുകളിലേക്ക് ക്രൂഡ് ഓയിൽ പോകാത്തത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എസ്കലേഷൻ നടക്കാത്തതിനുള്ളൊരു കാരണം നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിലും ഗ്ലോബലായിട്ട് എണ്ണയുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമെന്ന് US ഏജൻസികളും അതുപോലെ തന്നെ OPEC കൺട്രീസും ഒക്കെ പറയുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ക്രൂഡ് ഓയിൽ ഉയരാത്തത്. കൂടാതെ മാർക്കറ്റിൽ ഈ ഒരു സീസ് ഫയർ കാലഘട്ടത്തിൽ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ സംഭരിക്കപ്പെട്ടതിനാൽ അതിൻ്റെ നിലവിലുള്ള ഡിമാൻഡ് വലിയ തോതിൽ ഉയരാത്തത് ഇപ്പോഴത്തെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില 80 മുകളിൽ പോകാത്തതിനൊരു കാരണമാണ്. അപ്പോൾ പൊളിറ്റിക്കലായിട്ടും അതുപോലെ സൈനികപരമായിട്ടും US-ഇറാൻ യുദ്ധം കൂടുതൽ സങ്കീർണമായ ഒരു ഘട്ടത്തിലാണ് നീങ്ങുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിലെ ആ ഒരു ഷിപ്പ് മൂവ്മെൻറ്റ് പൂർണ്ണമായിട്ട് തടസ്സപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ക്രൂഡ് ഓയിൽ പ്രൈസിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കും. അത് മാർക്കറ്റിനെയും നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇപ്പോഴും പഴയതുപോലെ നമ്മുടെ റഡാറിലേക്ക് വരികയാണ്. കാരണം അതിലുണ്ടാകുന്ന ഓരോ ഫ്ലക്ച്വേഷൻസും മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇന്നലെ US മാർക്കറ്റിൽ പുറത്തു വന്നിട്ടുള്ള US ഫെഡറൽ റിസർവിൻ്റെ FOMC മിനിറ്റ്സ് അതിൽ അടങ്ങിയിട്ടുള്ള വിവരങ്ങൾ പ്രധാനമായിട്ടും ഇൻഫ്ലേഷനെയും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഫെഡ് മെമ്പേഴ്സിനിടയിലുള്ള വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തമായിട്ട് വെളിവാക്കുന്ന രീതിയിലുള്ള ഒരു ഫെഡ് മിനിറ്റ്സ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്ന 18 അംഗങ്ങളുള്ള ആ ഒരു കമ്മിറ്റിയിൽ 9 പേര് ഈ വർഷം അവസാനത്തോടെ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കണമെന്ന് പ്രവചിച്ചപ്പോൾ ബാക്കി 8 പേര് നിലവിലുള്ള സ്റ്റാറ്റസ് കോ മാറ്റമില്ലാതെ തുടരുമെന്നും കരുതുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ മാത്രമാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ പുതിയ ചെയർമാനായിട്ടുള്ള കെവിൻ വാർഷ് തൻ്റെ പ്രഡിക്ഷൻ രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലുള്ള വൻതോതിൽ നിക്ഷേപവും അതുപോലെ സെമി കണ്ടക്ടറുകളുടെയും സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെയും വൈദ്യുതിയുടെയും വില വർദ്ധിക്കുന്നതിലൂടെ ഇൻഫ്ലേഷൻ ഉയർന്ന നിലയിൽ തുടരാൻ കാരണമായേക്കുമെന്ന് മിനിറ്റ്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ പശ്ചിമേഷ്യയിൽ ഉള്ള ഈ സംഘർഷം അത് ഇൻഫ്ലേഷനെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് തുടരുന്നുണ്ടെന്നും മിനിറ്റ്സ് പറയുന്നുണ്ട്. അതുപോലെ ഭാവിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമെന്ന് സൂചന നൽകുന്ന ആ ഒരു വാക്കുകളെല്ലാം ഈ ഫെഡ് മിനിറ്റ്സിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഫെഡ് മിനിറ്റ്സ് പുറത്തു വന്നതിന് ശേഷം US മാർക്കറ്റിൻ്റെ ഒരു പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നെഗറ്റീവ് ക്ലോസിംഗ് ആണെങ്കിലും നാസ്ഡാക്ക് മാത്രം ഫ്ലാറ്റ് ടു പോസിറ്റീവ് ക്ലോസ് ചെയ്തതായിട്ട് കാണാം. അവിടെ S&P 500ഉം ഡൗ ജോൺസും നല്ല തോതിൽ ഇടിഞ്ഞിരുന്നു. അപ്പോൾ ഇറാൻ്റെ സീസ് ഫയർ അവസാനിച്ചു എന്നുള്ള ആ ട്രംപിൻ്റെ പ്രസ്താവനയും അതുപോലെ ക്രൂഡ് ഓയിലിൻ്റെ വില 6% ഉയർന്നതും ഡൗ ജോൺസിനെയും എനർജി കൺസ്യൂമർ സ്റ്റോക്കുകളെയും ബാധിച്ചു. എന്നാൽ അവിടെ നാസ്ഡാക്കിനെ താങ്ങി നിർത്തിയത് വൻകിട AI ടെക് കമ്പനികളുടെ മുന്നേറ്റമാണ്. തീർച്ചയായിട്ടും ഫെഡറൽ റിസർവിൻ്റെ ഈ ഒരു മിനിറ്റ്സ് അതിൽ ഹോക്കിഷായിട്ടുള്ള നിലപാട് അത്ര കർശനമല്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ്. അതായത് റേറ്റ് കട്ട് ഉയർത്താൻ പകുതി മെമ്പേഴ്സ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് മാർക്കറ്റിൽ ഒരു ആശ്വാസകരമായി മാറിയിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടെക് ഓഹരികളിൽ ഒരു പോസിറ്റീവ് ക്ലോസിങ്ങിന് അത് സഹായിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ശക്തമായി മുന്നേറിയ ഒരു സ്റ്റോക്ക് കാണുന്നത് കല്യാൺ ജ്വല്ലേഴ്സാണ്.
ഏകദേശം 17 മുതൽ 18% വരെ ഉയരത്തിൽ 400 എന്ന പ്രൈസ് റേഞ്ചിന് മുകളിലേക്ക് കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഷെയർ ഉയർന്നതായിട്ട് കാണാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള കല്യാൺ ജ്വല്ലേഴ്സിന്റെ ബിസിനസ് അപ്ഡേറ്റ് മാർക്കറ്റ് അത്ര ആവേശത്തോടെ സ്വീകരിച്ചിരുന്നില്ല. അവിടെ 5% ഫോൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ബിസിനസ് അപ്ഡേറ്റ് അത്ര മോശമായിരുന്നില്ല. 38% റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിലവിലുള്ള ഷോറൂമുകളിൽ നിന്നുള്ള വിൽപ്പനയിൽ, അതായത് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തിൽ 28% വളർച്ചയും രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ ഈ കല്യാണിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായിട്ടുള്ള കാൻഡിയർ 112% ഒരു റവന്യൂവും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ കല്യാണിൻ്റെ റിസൾട്ട് ടൈറ്റാനുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ അത്ര എക്സലൻ്റ് അല്ല. അതുകൂടാതെ കല്യാണിൻ്റെ ഇതിന് മുമ്പത്തെ റിസൾട്ടുമായി ബന്ധപ്പെടുത്തുമ്പോൾ അത്ര ആവേശം നൽകുന്നതല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു 5% ഫോൾ ഉണ്ടായത്. പക്ഷേ ഇന്ന് അവിടെ ശക്തമായൊരു തിരിച്ചുവരവ് വന്നതായിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ ആ ഒരു തിരിച്ചുവരവിന് കാരണമായിട്ടുള്ളത് വൻകിട ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഇതിനെ ബൈ റേറ്റിംഗ് കൊടുത്തുകൊണ്ടാണ്. ഇപ്പോൾ പ്രമുഖ ഗ്ലോബൽ ബ്രോക്കറേജ് സ്ഥാപനമായ സിറ്റി ഗ്രൂപ്പ് കല്യാൺ ജ്വല്ലേഴ്സിന് അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അവർ ഇതിന് ബൈ റേറ്റിംഗ് കൊടുത്തെന്ന് മാത്രമല്ല, ടാർഗറ്റ് 750 എന്നുള്ള പ്രൈസായിട്ട് നിശ്ചയിക്കുകയും ചെയ്തു. അതായത് ഇപ്പോഴത്തെ വിലയേക്കാൾ ഇനിയും ഡബിളായിട്ട് ഈ സ്റ്റോക്ക് ഉയരുമെന്നാണ് അവർ പ്രവചിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ആ ഒരു ഫ്രാഞ്ചൈസി മോഡലായിട്ടുള്ള പുതിയ ഷോറൂം വിപുലീകരണവും ഇവരുടെ ലാഭം കൂട്ടാൻ സഹായിക്കുന്നുണ്ട് എന്ന് സിറ്റി ഗ്രൂപ്പ് വിലയിരുത്തുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലെ പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള മോട്ടിലാൽ ഓസ്വാളും ഇതിന് 525 എന്നുള്ള ഒരു ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ പുതിയ ഒരു മാർക്കറ്റിംഗ് നീക്കത്തെയാണ് ഇവർ പോസിറ്റീവായിട്ട് കാണുന്നത്. അതായത് സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് കല്യാൺ ജ്വല്ലേഴ്സ് കൊണ്ടുവന്ന ഷൈൻ വിത്ത് ഇന്ത്യ എന്നൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതിൽ പഴയ സ്വർണം മാറ്റിയിട്ട് പുതിയ സ്വർണം വാങ്ങുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു. അത് വൻ വിജയമാണെന്നാണ് ഇവർ വിലയിരുത്തുന്നത്. അപ്പോൾ കമ്പനിയുടെ റവന്യൂവിൻ്റെ 46%-ലധികം, അത് ജൂൺ മാസത്തിൽ മാത്രം 55%-ലധികം സംഭാവന ചെയ്തത് ഈ ഒരു റീസൈക്കിൾഡ് ഗോൾഡാണ്. അപ്പോൾ ഇത് പുറത്തുനിന്ന് സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് കുറക്കാനും കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ കൂട്ടാനും സഹായിക്കുമെന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇരട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ മോശമല്ലാത്ത ബിസിനസ് വളർച്ചയും അതുപോലെ വൻകിട ബ്രോക്കറേജുകളുടെ അനുകൂല നിലപാടും ഒത്തുയർന്നതുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റിൽ നല്ലൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ മാർക്കറ്റ് ഉറ്റുനോക്കുന്ന TCSൻ്റെ റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം വന്നതായിട്ട് കാണാം. അപ്പോൾ ആ റിസൾട്ട് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു മികച്ച പ്രകടനമാണ് കാണുന്നത്. പ്രധാനമായിട്ടും വരുമാനത്തിൻ്റെ കാര്യത്തിൽ മാർക്കറ്റ് വിചാരിച്ചതിലും മികച്ച ഒരു വളർച്ച കമ്പനി നേടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ വരുമാനം 13.9% വർദ്ധിച്ചിട്ട് 72,275 കോടിയിൽ എത്തിയിട്ടുണ്ട്. ഇത് ബ്ലൂംബർഗ് പ്രവചിച്ച അവർ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള 71,862 കോടിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ IT മേഖലയിലുള്ള ഒരു മാന്ദ്യത്തിനിടയിലും വരുമാനം ഈ രീതിയിൽ ഉയർന്നത് വലിയൊരു നേട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ കഴിഞ്ഞ ക്വാർട്ടറിലെ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ്സിൽ 13.6% വളർച്ചയോടെ പ്രതിവർഷം $2.6 ബില്യൺ വരുമാനം നേടാൻ തക്കവണ്ണം തങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ് വികസിപ്പിക്കാൻ TCSന് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ക്വാർട്ടറിൽ മാത്രം $9.5 ബില്യൺ പുതിയ ഡീൽസ് കമ്പനി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിൽ SKF എന്ന കമ്പനിയുമായുള്ള വലിയൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രാൻസ്ഫോർമേഷൻ ഡീലും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഈ ഒരു ക്വാർട്ടറിൽ അവർ 9,279 പുതിയ ജീവനക്കാരെ കമ്പനിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ IT മേഖല വീണ്ടും സജീവമാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണിത്. അതുപോലെ അട്രീഷൻ റേറ്റ്, അതായത് ജീവനക്കാർ ജോലി വിട്ടുപോകുന്ന ആ ഒരു നിരക്ക് 13.6% നിയന്ത്രിക്കാനും കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ചില നെഗറ്റീവ് വശങ്ങളുണ്ട്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മുൻവർഷത്തെ അപേക്ഷിച്ച് 4.6% വർദ്ധിച്ചെങ്കിലും മാർക്കറ്റ് പ്രതീക്ഷിച്ച 13,394 കോടിയേക്കാൾ നേരിയൊരു കുറവാണിത്. അതുപോലെ മാർജിനിലും നേരിയൊരു ഇടിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ജീവനക്കാരുടെ ഈ ഒരു സാലറി ഹൈക്ക് നൽകിയത് മൂലം കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ കഴിഞ്ഞ ക്വാർട്ടറിൽ 25.3% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 24%-ലേക്ക് അത് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ IT കമ്പനികളുടെ വരുമാന വളർച്ചയാണ് യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് കറൻസി ടേംസിൽ ഇപ്പോൾ TCSൻ്റെ വരുമാനത്തിൽ 0.4% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വളർച്ചയുള്ളതും അതുപോലെ അവരുടെ ഡീൽ ബുക്ക് ശക്തമായതും മാർക്കറ്റിന് ഒരു ആശ്വാസം തന്നെയാണ്. അതുപോലെ വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള കമൻട്രിയോ റിസൾട്ടിൽ ഇല്ലാത്തതിനാൽ ഒരുപക്ഷെ TCSൻ്റെ ഈ ഒരു റിസൾട്ട് നിഫ്റ്റി IT ഇൻഡെക്സിന് വളരെ പോസിറ്റീവായിരിക്കാം. അത് മറ്റ് IT സ്റ്റോക്കുകളുടെ റിസൾട്ടിലും ഈ ഒരു പോസിറ്റിവിറ്റി തിരിച്ചു വരുമെന്ന് മാർക്കറ്റ് ഒരുപക്ഷെ പ്രതീക്ഷിക്കും. എങ്കിലും TCSൻ്റെ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് ഏതായാലും IT സ്റ്റോക്കുകളിൽ ഒരു ഇടിവ് നമ്മൾ നാളെ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ എന്നാൽ മറ്റ് കാരണങ്ങൾ കൊണ്ട് IT സ്റ്റോക്കുകൾ തകരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഓപ്ഷൻ മാർക്കറ്റിലുള്ള പുട്ട് കോൾ റേഷ്യോ നമ്മൾ കാണുന്നത് 0.79 എന്ന ലെവലാണ്. അതുപോലെ മാക്സ് പെയിന് 24,050 എന്ന ലെവലാണ്.
അപ്പോൾ ഇന്നത്തെ ഒരു ഓപ്ഷൻ ചെയിൻ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ബിയറിഷ് ടു സൈഡ് വേസ് ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം മാർക്കറ്റിൽ കോൾ റേറ്റിംഗ് വളരെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ താല്പര്യമില്ലാത്ത ഓപ്ഷൻ സെല്ലേഴ്സാണ് ഇപ്പോൾ സജീവമായിട്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഒരു ഉയർച്ച ഉണ്ടായാൽ തന്നെ അവിടെ ശക്തമായ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം 24,100, 24,200 സ്ട്രൈക്കുകളിലാണ് വൻതോതിൽ കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 24,100 കടന്ന് മുകളിലോട്ട് പോകുന്നത് തടയാൻ കോൾ റേറ്റേഴ്സ് ശക്തമായിട്ട് ശ്രമിക്കും. അതുപോലെ സപ്പോർട്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ഒരു വൻ തകർച്ചയ്ക്ക് ശേഷം പുട്ട് റൈറ്റേഴ്സ് അവരുടെ പൊസിഷന് കൂടുതൽ സേഫായിട്ട് 23,800, 23,500 ലെവലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 23,800 എന്നുള്ള ഒരു ലെവലായിട്ട് നിൽക്കാനാണ് സാധ്യത. അപ്പോൾ 24,000 താഴെ നിൽക്കുന്നിടത്തോളം മാർക്കറ്റിൽ അത് ബിയേഴ്സിൻ്റെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 24,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.